എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ CA പ്രതാപ് ചന്ദ്രനെതിരെ കൂടുതൽ പരാതികൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായെന്ന് ഒരു നിയമ വിദ്യാർത്ഥിനി പ്രീതി രാജു കൂടി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. നമ്മളോടൊപ്പം ചേരുകയാണ് പ്രീതി. സുഹൃത്തായ സബ് ഇൻസ്പെക്ടറെ കാണാനെത്തിയപ്പോൾ പ്രതാപചന്ദ്രൻ മോശമായി സംസാരിച്ചുവെന്നാണ് പ്രീതിയുടെ പരാതി. പ്രീതി, നമസ്കാരം. പ്രീതി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ലോ സ്റ്റുഡന്റ് ആണ്. എവിടെ പഠിക്കുന്നത്? ഞാൻ ഉദയ്പൂരിലാണ് പഠിക്കുന്നത്. ഉദയ്പൂരിൽ. ഓക്കെ, എന്താ സംഭവിച്ചത്? എന്നാണ് ഈ സംഭവം ഉണ്ടാവുന്നത്? ഇതൊരു 2 വർഷം മുമ്പാണ്. 2 വർഷം മുമ്പ് വനിതാ SI കാണാനായിട്ട് വന്നതായിരുന്നു സ്റ്റേഷനിൽ. ഏത് സ്റ്റേഷനിലായിരുന്നു പോയത്? ഇതേ നോർത്ത് സ്റ്റേഷനിൽ തന്നെയായിരുന്നോ? അതെ, നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഈ നോർത്ത് സ്റ്റേഷനോട് ചേർന്ന് തന്നെയായിരുന്നു വനിതാ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ വനിതാ സ്റ്റേഷനിലേക്ക് എത്തുമ്പോ ബൈക്ക് ഓടിച്ചു പോകുന്നു. അവിടെ എത്തുമ്പോ ബൈക്ക് ഓടിച്ചു പോകുന്നു. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് അദ്ദേഹത്തിന്, ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് വന്നത്, സ്കൂട്ടി അല്ലായിരുന്നു, ബൈക്കായിരുന്നു. അപ്പം അദ്ദേഹം എന്നെ കൈകാട്ടി വിളിച്ചപ്പോഴത്തേന് അദ്ദേഹം മഫ്തിയിലായിരുന്നു, യൂണിഫോമിലല്ലായിരുന്നു. പക്ഷെ നമുക്കൊരു പോലീസുകാരനാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇവിടെ വണ്ടി വെക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം വിളിക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ ചെന്നു. വണ്ടിയായിട്ട് തന്നെ ചെന്നു. പുറത്തോട്ട് തന്നെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്റെ ഹെൽമെറ്റ്, ഞാൻ വെച്ചിരിക്കുന്ന ഹെൽമെറ്റ് ശരിയല്ല എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ വെച്ചിരിക്കുന്ന ഹെൽമെറ്റ് ശരിയല്ല. ഓക്കെ, ഞാൻ വെച്ചിരിക്കുന്ന ഹെൽമെറ്റ് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് ഈ ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഫോൺ എടുത്തിട്ട് എന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, സാർ എന്റെ ഫോട്ടോ എടുക്കരുത്, സാറിന് വേണമെങ്കിൽ സാർ വണ്ടിയുടെ ഫോട്ടോ എടുത്തോളൂ, സാറിന് വണ്ടി നമ്പർ അല്ലേ വേണ്ടത്, ഞാനിവിടെ എന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്, SI കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം സാർ വേണമെങ്കിൽ വണ്ടിയുടെ ഫോട്ടോ എടുത്തോളൂ, എന്റെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം എനിക്ക് തിരിച്ച് എന്നോട് റിപ്ലൈ തരുന്നത്. ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത്. അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു എന്നാണോ? തീർച്ചയായിട്ടും വളരെ, അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ മോശമായ രീതിയിലാണ്, ഒരു ക്രിമിനൽസിന്റെ അടുത്ത് പെരുമാറുന്ന പോലെയാണ്. ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയാണ്, എനിക്കറിയാം, നമുക്കും നിയമങ്ങളൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളാണ്. ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷയിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചത്. പ്രീതി പറയുന്നില്ലേ ഈ പ്രതാപേന്ദ്രനോട്, ഞാനൊരു ലോ സ്റ്റുഡന്റ് ആണ്, നിങ്ങൾ ഇങ്ങനെ എന്നോട് സംസാരിക്കരുത്? പറഞ്ഞിരുന്നു സാർ, ഞാൻ ഒരു നിയമ വിദ്യാർത്ഥിനിയാണ് സാർ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, അതും സ്ത്രീകളോട് ഇങ്ങനെയൊന്നും, നിയമ വിദ്യാർത്ഥിനി ആയതുകൊണ്ടല്ല, ഒരു സ്ത്രീയോടും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പൊ എന്തായിരുന്നു പ്രതാപേന്ദ്രൻ പറഞ്ഞത്? അപ്പോഴും മോശമായിട്ടാണോ പ്രതികരിച്ചത്? അദ്ദേഹം ആക്ച്വലി എന്റെ സുഹൃത്തായ വനിതാ SI ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നു, ചിലപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ച് അടിയൊന്നേ. മീൻസ് നേരത്തെ ഒരു ചേച്ചീനെ അടിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ എനിക്കും സെയിം ഇൻസിഡന്റ് അവിടെ ഉണ്ടായേനെ. പക്ഷെ ഒന്ന് വിചാരിച്ചു നോക്ക്, ഒരു സ്ത്രീയുടെ ഫോട്ടോ, അത് ഞാൻ ബൈക്കിൽ ഇരിക്കുന്നു, എന്റെ ഫോട്ടോ എടുക്കുക. ഒരു പ്രാവശ്യം പ്രതാപേന്ദ്രൻ അല്ലേ ഇയാൾ ഡിലീറ്റ് ചെയ്യുക മറ്റോ ചെയ്തിട്ടുണ്ടോ? ഞാൻ അന്ന് തന്നെ ACPക്കും അതിന്റെ പിറ്റേ ദിവസം കമ്മീഷണർ ഓഫീസിൽ പോയി കമ്മീഷണർക്കും ഒക്കെ ഞാൻ പരാതി നൽകിയിരുന്നു. പരാതിക്കൊക്കെ അവര് വളരെ തണുപ്പം മട്ടിലുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു മറുപടി അല്ല കേട്ടോ. ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയാണ്, ഞാൻ നിയമത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനൊരു പരാതിയും കൊണ്ട് ചെന്നപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സുകൊണ്ടൊരു മടുപ്പായി പോയി. ഒരു പരാതി കൊടുത്താൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലുള്ളൊരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല അല്ലേ? ഇല്ല, കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നമ്മളെ ഒന്നുകൂടെ പുറകോട്ട് വലിച്ചു. മുമ്പോട്ട് പോയിട്ടും നമുക്കൊരു കാര്യമില്ല എന്ന് തോന്നില്ലേ. 2 വർഷമായി ഞാൻ പരാതി കൊടുത്തിട്ട് കമ്മീഷണർ ഓഫീസിൽ. കമ്മീഷണർ ഓഫീസിൽ മാത്രമല്ല, എനിക്കൊന്ന് DGPക്കും ഒക്കെ ട്രിവാൻഡ്രത്തും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സ് പഠിപ്പിക്കില്ലേ, നമ്മുടെ ഒരു പരാതിയും കൊണ്ട് പോയാൽ നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ, നീതി ഇത്രേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതിലോട്ട് വന്നു. ഓക്കെ, താങ്ക് യു പ്രീതി. പ്രീതിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. പ്രീതിക്കും വളരെ മോശമായ അനുഭവമാണ് ഈ പ്രതാപചന്ദ്രനിൽ നിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രീതി നമ്മളോട് പറഞ്ഞത്.